വെൽക്കം ടു എജുടോക്സ്. CM കിഡ്സ് സ്കോളർഷിപ്പ് പരീക്ഷയുടെ ഗണിതത്തിൻ്റെ 4ാമത്തെ ക്ലാസ്സാണ് ഇത്. കഴിഞ്ഞ 3 ക്ലാസ്സുകളിലും 5 മാർക്കിൻ്റെ ചോദ്യങ്ങളായിരുന്നു നമ്മൾ പരിചയപ്പെട്ടിരുന്നത്. ഇന്ന് നമ്മൾ വൺ വേർഡ് ക്വസ്റ്റ്യൻസ് ആണ് നോക്കുന്നത്. അതിൽ തന്നെ സ്റ്റേറ്റ്മെൻറ്റ് ഉൾപ്പെടുത്തിയിട്ടുള്ള വൺ വേർഡ് ക്വസ്റ്റ്യൻസ് ധാരാളമായിട്ട് കാണുന്നുണ്ട്. കാരണം നമ്മുടെ മോഡലായിട്ട് നമുക്ക് തന്ന മാറിയ പരിഷ്കരിച്ച സിലബസിൽ അത്തരം ചോദ്യങ്ങളാണ് കൂടുതൽ കാണുന്നത്. ഇന്ന് സിമ്പിളായിട്ടുള്ള കുറച്ച് ചോദ്യങ്ങളാണ് പരിചയപ്പെടുന്നത്. അപ്പോൾ നമ്മൾ ഒന്നാമത്തെ ചോദ്യത്തിലേക്ക് പോകാം. നമ്മൾ ഇന്ന് നോക്കുന്ന ഏരിയ എന്ന് പറയുന്നത് നമ്മുടെ നേരത്തെ കഴിഞ്ഞ ക്ലാസ്സിലൊക്കെ പറഞ്ഞതുപോലെയുള്ള ചതുഷ്ക്രിയകളുമായി ബന്ധപ്പെട്ട ഏരിയകൾ തന്നെയാണ്. അതിൽ ചോദ്യം നമ്പർ 1, തുടർച്ചയായ മൂന്നക്ക സംഖ്യകളുടെ തുക ഒരു ഒറ്റ സംഖ്യയാണ്. താഴെ കൊടുത്തവയിൽ ഏതായിരിക്കും മൂന്നക്ക സംഖ്യയിലെ ആദ്യ സംഖ്യ? ചോദ്യം കൃത്യമായിട്ട് മനസ്സിലാക്കുക. തുടർച്ചയായ എണ്ണൽ സംഖ്യ, 3 സംഖ്യകൾ, തുടർച്ചയായ 3 സംഖ്യ എന്ന് പറയുമ്പോൾ എണ്ണൽ സംഖ്യകളാണ്. ആ സംഖ്യകളുടെ തുക എന്ന് പറയുന്നത് ഇത് 3ഉം കൂടെ ആഡ് ചെയ്താൽ കിട്ടുന്ന സംഖ്യ, ഉത്തരം അതെന്താണ്? ഒറ്റ സംഖ്യയാണ്. അഥവാ തുടർച്ചയായ 3 സംഖ്യകൾ കൂട്ടിയാൽ അതിൻ്റെ ഉത്തരം വരുന്നത് ഒരു ഒറ്റ സംഖ്യയാണ്. അങ്ങനെയാണെങ്കിൽ അതിലെ ആദ്യത്തെ ഈ നമ്പർ, ഫസ്റ്റ് നമ്പർ ഏതായിരിക്കും? അതിൽ ആദ്യ സംഖ്യ നമുക്ക് ഓപ്ഷൻ തന്നതിൽ ഏതായിരിക്കും എന്നാണ് ചോദ്യം. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഒരു ഒറ്റ സംഖ്യ പ്ലസ് ഇരട്ട സംഖ്യ പ്ലസ് ഒറ്റ സംഖ്യ എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ ഉത്തരം എപ്പോഴും എന്തായിരിക്കും? ഇരട്ട സംഖ്യയായിരിക്കും ഉത്തരമായിട്ട് വരിക. ഇനി നേരെ തിരിച്ച് ഇരട്ട സംഖ്യ പ്ലസ് ഒറ്റ സംഖ്യ പ്ലസ് ഇരട്ട സംഖ്യ, ഇതിൻ്റെ ഉത്തരം വരുന്നത് ഒറ്റ സംഖ്യ ആയിരിക്കും. നമുക്ക് ഉദാഹരണ സഹിതം നോക്കാം. 1 + 2 + 3, ഇതിൻ്റെ ആൻസർ എത്രയാണ്? 6 ആണ് വരുന്നത് അല്ലേ? അതായത് ഒറ്റ സംഖ്യ ഇത് ഈ ഒരു രീതിയിൽ വരുന്നതാണ്. ഒറ്റ സംഖ്യയാണ് ആദ്യവും അവസാനവും വരുന്നത്. ഉത്തരം ഇരട്ട സംഖ്യയായിരിക്കും. ഓക്കെ, അപ്പോൾ ആദ്യത്തെ സംഖ്യ ഒറ്റ സംഖ്യയാണെങ്കിൽ ഉത്തരം എന്തായിരിക്കും? ഇരട്ട സംഖ്യ ആയിരിക്കും. നേരെ തിരിച്ച് ഇനി 2 + 3 + 4 ആണ് എന്ന് വിചാരിക്കുക. ഇതിൻ്റെ ആൻസർ എത്രയാണ് വരിക? ഇതിൻ്റെ ആൻസർ 9 ആണ് വരിക. അപ്പോൾ ഉത്തരം ഒറ്റ സംഖ്യയാണെങ്കിൽ തുടക്ക സംഖ്യ ഇരട്ട സംഖ്യയായിരിക്കും. നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇതിൽ നിങ്ങൾ ചെയ്യേണ്ട കാര്യം ഉത്തരം ഒറ്റ സംഖ്യയാണോ ഇരട്ട സംഖ്യയാണോ എന്ന് നോക്കുക. ഉത്തരം ഒറ്റ സംഖ്യയാണെങ്കിൽ തുടങ്ങുന്നത് ഇരട്ട സംഖ്യ കൊണ്ടായിരിക്കും. ഉത്തരം ഇരട്ട സംഖ്യയാണെങ്കിൽ ആ 3 നമ്പറുകൾ തുടങ്ങുന്നത് ഒറ്റ സംഖ്യ കൊണ്ടായിരിക്കും. അങ്ങനെയാണ് എങ്കിൽ ഇവിടെ ചോദ്യത്തിൽ പറയുന്ന തുക ഒറ്റ സംഖ്യയാണ് എന്നാണ് പറയുന്നത്. തുക ഒറ്റ സംഖ്യയാണെങ്കിൽ അതിലെ ആദ്യത്തെ നമ്പർ എന്തായിരിക്കും? ഇരട്ട സംഖ്യ ആയിരിക്കും. മനസ്സിലായല്ലോ? അപ്പോൾ ഇതിൽ നമുക്ക് ഓപ്ഷൻ തന്നതിൽ ഇരട്ട സംഖ്യ ഏതാണ് നോക്കാം. ഇത് ഒറ്റ സംഖ്യയാണ്. അതുപോലെ തന്നെ ഓപ്ഷൻ ബി 465 ഒറ്റ സംഖ്യയാണ്. ഓപ്ഷൻ സി 340 ഇരട്ട സംഖ്യയാണ്. അതുകൊണ്ട് അതാണ് ഇതിന് ആൻസറായിട്ട് വരിക. അടുത്തതും ജസ്റ്റ് നോക്കാം. ഇതും ഒറ്റ സംഖ്യയാണ്. അപ്പോൾ ആൻസർ എന്താണ്? ഓപ്ഷൻ സി 340 ആണ് ഇതിൽ ആദ്യത്തെ നമ്പറായിട്ട് വരിക. രണ്ടാമത്തെ ചോദ്യം, റസിയ വാങ്ങിയ 4 സാധനങ്ങൾക്കും ഒരേ വിലയാണ്, മൂന്നക്ക സംഖ്യയുമാണ്. അതിൻ്റെ തുകയോട് 200 കൂട്ടിയപ്പോൾ ഏറ്റവും ചെറിയ 4അക്ക സംഖ്യ കിട്ടിയെങ്കിൽ സാധനത്തിൻ്റെ വില എത്രയാണ്? ചോദ്യം മനസ്സിലായല്ലോ? റസിയ വാങ്ങിയ 4 സാധനങ്ങൾ റസിയ വാങ്ങിയിട്ടുണ്ട്. അതിനെല്ലാ സാധനങ്ങൾക്കും ഒരേ വിലയുമാണ്. മാത്രമല്ല അതെല്ലാം ഒരു മൂന്നക്ക സംഖ്യയുമാണ് അത് എന്ന് പറയുന്നത്. ഇനി ആ സാധനങ്ങളുടെ തുക, ആ തുകയോടുകൂടി, അതാ 4 സാധനങ്ങളുടെ സംഖ്യ കൂട്ടിയാൽ കിട്ടുന്ന തുകയോടുകൂടി 200 രൂപ കൂട്ടിയപ്പോൾ ഏറ്റവും ചെറിയ 4അക്ക സംഖ്യ കിട്ടി. മനസ്സിലായല്ലോ? ചോദ്യം മനസ്സിലായല്ലോ? 4 സാധനങ്ങൾ വാങ്ങി, ഒരേ വിലയുള്ള സാധനങ്ങളാണ്. ആ സാധനങ്ങളുടെ വിലയൊക്കെ മൂന്നക്ക സംഖ്യയുമാണ്. ആ സാധനങ്ങളുടെ വിലയുടെ തുകയോടുകൂടെ 200 ആഡ് ചെയ്തപ്പോൾ, 200 ആഡ് ചെയ്തപ്പോൾ ഏറ്റവും ചെറിയ 4അക്ക സംഖ്യ കിട്ടിയെങ്കിൽ സാധനത്തിൻ്റെ വില എത്രയാണ്? അപ്പോൾ നമുക്കിവിടെ ഒരു പിടുത്തം തന്നത് എവിടെയാണ്? അതാണ് ആദ്യം നോക്കുന്നത്. നമുക്ക് ഏതെങ്കിലും ഒരു സംഖ്യ വെച്ചിട്ടാണ് അടുത്ത നമ്പറിലേക്കൊക്കെ പോകാൻ കഴിയുക. ഇവിടെ ഇപ്പോൾ നമുക്ക് തന്നത് ഏറ്റവും ചെറിയ 4അക്ക സംഖ്യ കിട്ടി എന്ന് പറയുന്നത്. ഏറ്റവും ചെറിയ 4അക്ക സംഖ്യ ഏതാണ്? 1000 ആണ്. ഏറ്റവും ചെറിയ 4അക്ക സംഖ്യ എന്ന് പറയുന്നത് 1000 ആണ്. അപ്പോൾ ഇതാണ് അവസാനം അവർക്ക് കിട്ടിയത്. എന്ത് കൂട്ടിയപ്പോഴാണ് കിട്ടിയത്? 200 ആഡ് ചെയ്തപ്പോഴാണ് കിട്ടിയത്. സാധനങ്ങൾ വാങ്ങിയതിൻ്റെ തുകയോട് 200 ആഡ് ചെയ്തപ്പോഴാണ് കിട്ടിയത്. അപ്പോൾ നമുക്ക് ആ 200 മൈനസ് ചെയ്യാൻ പോവാണ്. അപ്പോഴാണ് നമുക്ക് സാധനങ്ങളുടെ തുക കിട്ടുക.
ഒക്കെ 200 മൈനസ് ചെയ്യാൻ പോവാണ്. 200 എന്തുകൊണ്ടാണ് മൈനസ് ചെയ്യുന്നത്? 200 കൂട്ടിയപ്പോഴാണ് ഈ 1000 എന്ന് പറയുന്ന ഏറ്റവും ചെറിയ നാലക്ക സംഖ്യ കിട്ടിയത്. അപ്പോൾ നമ്മൾ ആ 200 അതിൽ നിന്ന് മൈനസ് ചെയ്യാൻ പോവാണ്. അപ്പോൾ മൈനസ് ചെയ്തപ്പോൾ നമുക്ക് 800 എന്ന ആൻസർ കിട്ടി. അപ്പോൾ ഒരു കാര്യം മനസ്സിലായി, ഈ 800 എന്ന് പറയുന്നത് റസിയ വാങ്ങിയ 4 സാധനങ്ങളുടെയും തുകയാണ്, സാധനങ്ങളുടെ വിലയുടെ തുകയാണ് അല്ലേ. സാധനങ്ങളുടെ വില എന്ന് പറയുന്നത് സെയിം ആണ്, 4 സാധനങ്ങൾക്കും ഒരേ വിലയാണ്. അപ്പോൾ 800നെ 4 ഭാഗങ്ങളാക്കി മാറ്റണം, ഡിവൈഡ് ചെയ്യണം. അപ്പോൾ 800നെ 4 കൊണ്ട് ഹരിക്കുകയാണ്. 4 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ എത്രയാണ് ആൻസർ കിട്ടുക? ഉത്തരം 200 ആണ് ആൻസർ കിട്ടുക. അപ്പോൾ 200 രൂപയാണ് റസിയ വാങ്ങിയ ഓരോ സാധനത്തിൻ്റെയും വില. ഇനി നേരെ ചോദ്യത്തിൽ പറയുന്നത് പോലെ ചെയ്തു നോക്കിയാലും ആൻസർ കിട്ടും. 200 രൂപയുടെ 4 സാധനങ്ങൾ വാങ്ങി, അപ്പോൾ 800 രൂപയായി. ഓക്കെ, 800 രൂപയായി. 800നോട് കൂടെ 200ഉം കൂടെ ആഡ് ചെയ്തപ്പോൾ ഏറ്റവും ചെറിയ നാലക്ക സംഖ്യയായ 1000 എന്ന് കിട്ടി. അപ്പോൾ നമ്മൾ ഉത്തരത്തിൽ നിന്ന് അഥവാ അവസാന 1000ത്തിൽ നിന്ന് ബാക്കോട്ട് പോയി ഇതിൻ്റെ ഉത്തരം കണ്ടെത്തി. ഇങ്ങനെയാണ് ചില ചോദ്യങ്ങൾ ഉണ്ടാവുക. അപ്പോൾ ഇതിൻ്റെ ഓപ്ഷൻ എന്ന് പറയുന്നത് ഓപ്ഷൻ സി തന്നെയാണ്, 200. ബാക്കിയുള്ളതൊക്കെ തെറ്റാണ്. ഓപ്ഷൻ ടിക്ക് ചെയ്യുമ്പോഴും നിങ്ങൾക്ക് തെറ്റാതെ അത് ടിക്ക് ചെയ്യണം. ഉത്തരം കിട്ടിയാൽ മാത്രം പോരാ, ആ ഓപ്ഷൻ ഏതാണെന്ന് കൃത്യമായി തിരഞ്ഞെടുത്ത് അത് മാർക്ക് ചെയ്യുന്നിടത്ത് നിങ്ങൾ നല്ല സൂക്ഷ്മത പാലിക്കണം. ഓക്കെ, അപ്പോൾ അടുത്ത ചോദ്യത്തിലേക്ക് പോകാം. 3ാമത്തെ ചോദ്യമാണ്, 4 നാലക്ക സംഖ്യയുടെ തുകയായി വരാത്ത സംഖ്യ ഏതാണ്? ചോദ്യം എന്താണ്? 4 നാലക്ക സംഖ്യ, 4 നാലക്ക സംഖ്യ, 4 എണ്ണമുണ്ട്, നാലക്ക സംഖ്യയുമാണ്, 4 എണ്ണമുണ്ട്, അഥവാ 4ഉം നാലക്ക സംഖ്യയുമാണ്. ആ സംഖ്യകളുടെ തുക എന്ന് പറയുന്നത് അവിടെ സമ്മാണ് കേട്ടോ, ആകെ കൂട്ടിയത്. ആ നാലക്ക സംഖ്യ 4 എണ്ണം കൂട്ടിയാൽ കിട്ടുന്ന തുക, അത് വരാത്ത സംഖ്യ ഏതാണ്? താഴെ പറയുന്നവയിൽ ഏതായിരിക്കും അതിൻ്റെ ഉത്തരമായി വരാത്തത്? ചോദ്യം മനസ്സിലായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. അതായത് നമ്മൾ എന്താ ഇതിൽ നോക്കേണ്ടത്? നാലക്ക സംഖ്യ 4 എണ്ണം കൂട്ടിയാൽ അതിൻ്റെ ഉത്തരം എന്താണ്, ഏറ്റവും ചെറുത് എന്തായിരിക്കും വരിക എന്ന് ആദ്യം കണ്ടെത്തണം. മീൻസ് നാലക്ക സംഖ്യ 4 പ്രാവശ്യം കൂട്ടിയാൽ അതിൻ്റെ ഉത്തരമായി വരുന്ന ഏറ്റവും ചെറിയ സംഖ്യ ഏതാണെന്ന് കണ്ടെത്തണം. അപ്പോൾ നമുക്ക് ആദ്യം 4 നാലക്ക സംഖ്യ എന്ന് പറയുന്നത് ഇതിന് എന്തില്ല, ഒരു ലിമിറ്റ് ഒന്നും പറഞ്ഞിട്ടില്ല, ഇന്നത് വേണം ഇന്നത് വേണ്ട എന്നൊന്നും പറഞ്ഞില്ല. നമുക്ക് ഇഷ്ടമുള്ള 4 നാലക്ക സംഖ്യ എടുക്കാം. അപ്പം ഏറ്റവും ചെറിയ നാലക്ക സംഖ്യ ഏതാണ്? ഏറ്റവും ചെറിയ നാലക്ക സംഖ്യ എന്ന് പറയുന്നത് 1000 ആണ്. കാരണം ഈ ഏറ്റവും ചെറിയ നാലക്ക സംഖ്യ എടുത്താൽ പിന്നെ അതിനേക്കാൾ ചെറുതില്ലല്ലോ. അപ്പം അതുകൊണ്ട് ഉത്തരമായി വരുന്ന ഏറ്റവും ചെറിയ നാലക്ക സംഖ്യ നമുക്ക് കിട്ടുകയും ചെയ്യും. അപ്പോൾ 1000 എന്ന് എഴുതി. ഇനി അടുത്ത ഒരു നാലക്ക സംഖ്യ നമ്മൾ എടുക്കുമ്പോൾ അതിന് പ്രത്യേകിച്ച് ഒരു ഇൻസ്ട്രക്ഷൻ ഒന്നും നമുക്ക് തന്നിട്ടില്ല. അപ്പോൾ നമ്മൾ ചെയ്യേണ്ടത് ഏറ്റവും ചെറിയ നാലക്ക സംഖ്യ തന്നെ വീണ്ടും എടുക്കുക. കാരണം എന്നാൽ മാത്രമേ നമുക്ക് ഏറ്റവും ചെറിയ തുകയായി വരുന്ന നാലക്ക സംഖ്യ കിട്ടുള്ളൂ. അപ്പോൾ വീണ്ടും 1000 തന്നെ എടുക്കാൻ പോവുകയാണ്. വീണ്ടും 1000 എടുക്കുന്നു. അങ്ങനെ 4 പ്രാവശ്യവും 1000 തന്നെ എടുത്തു കഴിഞ്ഞാൽ ഉത്തരമായി എത്ര വരും? 4000 എന്നാണ് വരിക. മനസ്സിലായല്ലോ? അപ്പോൾ 4 നാലക്ക സംഖ്യകൾ കൂട്ടിയാൽ ഏറ്റവും ചുരുങ്ങിയത് 4000 എങ്കിലും കിട്ടണം. അങ്ങനെയാണെങ്കിൽ നമ്മൾക്ക് തന്ന ഓപ്ഷനിൽ 4000ന് താഴെയുള്ള ഏതെങ്കിലും സംഖ്യയുണ്ടോ എന്ന് പരിശോധിക്കുക. ആദ്യത്തേത് എന്താണ്? 4444. എങ്ങനെ ആയാലും ഉത്തരം കിട്ടും. ഏതെങ്കിലും ഒരു 4 നാലക്ക സംഖ്യ കൂട്ടിയാൽ അതിൻ്റെ ഉത്തരം കിട്ടും. രണ്ടാമത്തത് ഇവിടെ നല്ലപോലെ നോക്കൂ, 3999. 4000ത്തിലേക്ക് 1 കുറവുണ്ട്. അപ്പോൾ 4000 ആയിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് ഇതിലെ ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ ബി ആണ്, 3999 ആണ്. ഓക്കെ, ഇവിടെ നമുക്ക് നാലക്ക സംഖ്യ 4 എണ്ണം കൂട്ടിയാൽ 4000 ചുരുങ്ങിയത് വരണം. ഇവിടെ 3999 വന്നിട്ടുള്ളൂ. അതുകൊണ്ട് ഓപ്ഷൻ ബി ആണ് ഇതിൻ്റെ ഉത്തരമായി വരുന്നത്. 4ാമത്തെ ചോദ്യമാണ്, 4 വ്യത്യസ്ത നാലക്ക സംഖ്യകളുടെ തുകയായി വരാൻ കഴിയാത്ത സംഖ്യ ഏതാണ്? ചോദ്യം എന്താണ്? 4 സംഖ്യകൾ വേണം, അതും വ്യത്യസ്ത നാലക്ക സംഖ്യകളായിരിക്കണം. അവയുടെ തുകയായി വരാൻ കഴിയാത്ത സംഖ്യ ഏതാണ്? നേരത്തെ ചോദ്യത്തിൽ നിന്ന് ചെറിയൊരു വ്യത്യാസമുണ്ട്. ഇവിടെയുള്ള 4 സംഖ്യകളും എന്താണ്, ഒരേപോലെയുള്ള സംഖ്യകൾ എന്നല്ല പറഞ്ഞത്, വ്യത്യസ്ത നാലക്ക സംഖ്യകൾ എന്ന് പ്രത്യേകം മെൻഷൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മളിവിടെ ചെയ്യേണ്ടത് നാലക്ക സംഖ്യയിൽ ഏറ്റവും ചെറുതെടുക്കണം, പിന്നീട് അതിൽ നിന്ന് വ്യത്യാസം വരണമെങ്കിൽ തൊട്ടടുത്ത സംഖ്യ എടുക്കണം. അങ്ങനെ വ്യത്യസ്തങ്ങളായ ഏറ്റവും ചെറിയ നാലക്ക സംഖ്യ 4 എണ്ണം എടുത്ത് കൂട്ടി നോക്കിയാൽ അതിൻ്റെ ഉത്തരമായി വരുന്ന സംഖ്യ നമ്മൾ കണ്ടെത്തണം. അതിൽ ചെറുത് ഇതിലുണ്ടോ എന്ന് പരിശോധിക്കണം. നേരത്തെ ചെയ്തതുപോലെ തന്നെയാണ് ചെയ്യുക. വ്യത്യാസം ഇവിടെ എന്ന് പറയുന്നത് ഒരുപോലെയുള്ള സംഖ്യ ആവരുത്. അപ്പോൾ നമ്മൾ ഏറ്റവും ചെറിയ നാലക്ക സംഖ്യ ഇവിടെയും എടുക്കാൻ പോവാണ്, 1000 ആണ്.
ഇനി വീണ്ടും 1000 എടുക്കാൻ പറ്റില്ല, കാരണം വ്യത്യസ്ത നാലക്ക സംഖ്യകൾ എന്ന് പ്രത്യേകം പറഞ്ഞിട്ടുണ്ട്. അപ്പം 1000 കഴിഞ്ഞാൽ പിന്നെ തൊട്ടടുത്ത് വരുന്ന ഏറ്റവും ചെറിയ നാലക്ക സംഖ്യ എന്ന് പറയുന്നത് 1001 വരും. പിന്നെ 1002, 1003 ഇങ്ങനെ എടുത്തു നോക്കാം. ഇതിൻ്റെ ആൻസർ എത്രയാണ് വരിക? 4006 എന്നാണ് ഇതിൻ്റെ ആൻസറായിട്ട് വരിക. ഓക്കെ, അപ്പോൾ വ്യത്യസ്തങ്ങളായ 4 നാലക്ക സംഖ്യകൾ കൂട്ടിയാൽ അറ്റ്ലീസ്റ്റ് 4006 എങ്കിലും വരണം. മിനിമം 4006 വരണം. ഉറപ്പാണല്ലോ. അങ്ങനെയാണെങ്കിൽ ഈ ഓപ്ഷൻ ഒന്ന് പരിശോധിച്ച് നോക്കൂ. ഇവിടെ 4007 ഇത് ക്ലിയർ ആയിട്ട് വരും അല്ലേ? ഇവിടെ നമുക്ക് കഴിയാത്തതാണ് വേണ്ടത് കേട്ടോ. അപ്പോൾ ഇത് അല്ല ആൻസർ. ഇതൊക്കെ കഴിയുന്നതാണ്. 4007 വരും. 4006 വരും, കാരണം നമുക്ക് കിട്ടിയണല്ലോ. 4006 വരും. ഇവിടെ 4005 എന്ന് പറയുന്നുണ്ട്. ഇതൊരിക്കലും നമുക്ക് ഇങ്ങനെ കിട്ടൂല, കാരണം 4006 മിനിമം വരണം. പക്ഷേ ഇവിടെ 4005 കൊടുത്തത് അത് തെറ്റാണ്. അപ്പോൾ ഇതാണ് ഇതിൻ്റെ ആൻസർ. നമ്മളോട് അങ്ങനെയാണ് ചോദിച്ചത്, തുകയായി വരാൻ കഴിയാത്ത സംഖ്യ ഏതാണെന്നാണ് ചോദിച്ചത്. അപ്പോൾ ഓപ്ഷൻ സി ആണ് ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഒരു കുട്ടി ഒരു സംഖ്യയോട് 4029 കൂട്ടുന്നതിന് പകരം 429 കൂട്ടിയത്. ഉത്തരമായി 4439 കിട്ടി എങ്കിൽ ശരിക്കും ഉത്തരമായി കിട്ടേണ്ട സംഖ്യ എത്രയാണ്? ചോദ്യം വിശദീകരിക്കാം. ഒരു കുട്ടി ഒരു സംഖ്യയോട് ഏതോ ഒരു സംഖ്യയോട് കൂടി 4029 കൂട്ടുന്നതിന് പകരം ആ സംഖ്യയോട് കൂടി 4029 ശരിക്കും കൂട്ടേണ്ടത്. പക്ഷെ ആ കുട്ടി ആ 0 വിട്ടുപോയി. എന്നിട്ട് ആ പകരം കൂട്ടിയത് എത്രയാണ്? 429 കൂട്ടിയത്. 429 ആ കുട്ടി കൂട്ടിയത്. അങ്ങനെ കൂട്ടിയപ്പോൾ ഉത്തരമായി ആ കുട്ടിക്ക് ലഭിച്ചത് 4439. അങ്ങനെയാണെങ്കിൽ ശരിക്കും ഉത്തരമായി കിട്ടേണ്ട സംഖ്യ ഏതാണ്? എങ്ങനെയാണ് കിട്ടുക? ഏതോ ഒരു സംഖ്യ, അതിനോട് കൂടെ 4029 കൂട്ടേണ്ടത്. പക്ഷെ അതിന് പകരം 429 കൂട്ടിയപ്പോൾ ഉത്തരം എത്ര കിട്ടി? 4439 എന്ന് കിട്ടി. മനസ്സിലായല്ലോ? അങ്ങനെയാണെങ്കിൽ ആദ്യം നമ്മൾ എന്ത് കണ്ടെത്തണം? ഈ സംഖ്യ ഏതാണെന്ന് കണ്ടെത്തണം. അപ്പോൾ നമുക്ക് ഏതോ ഒരു സംഖ്യയോട് കൂടെ 429 കൂട്ടിയപ്പോൾ 4439 കിട്ടിയെങ്കിൽ ഇവിടെയുള്ള ഈ റൗണ്ട് ചെയ്ത സംഖ്യ എങ്ങനെ കിട്ടുക? ഉത്തരത്തിൽ നിന്ന് ഈ ആഡ് ചെയ്ത ഒരു നമ്പർ മൈനസ് ചെയ്താൽ മതി. 4439 മൈനസ് 429. ഇതിൻ്റെ ആൻസർ എത്ര വരും? 4010 എന്നാണ് ഇതിൻ്റെ ആൻസർ വരിക. അപ്പോൾ നമുക്ക് ഇവിടുത്തെ നമ്പർ കിട്ടി. 4010 ആണ് ഇവിടുത്തെ ആൻസറായിട്ട് വരുന്നത്. അപ്പോൾ 4010 429 കൂട്ടിയപ്പോൾ 4439 കിട്ടി എന്ന രീതിയിൽ ഒന്ന് പറഞ്ഞു നോക്കാം. ശരിക്ക് ഈ 429 അല്ല കൂട്ടേണ്ടത്. എന്തായിരുന്നു കൂട്ടേണ്ടത്? തുടക്കത്തിൽ തന്നെ പറഞ്ഞു, 4029 കൂട്ടേണ്ടത്. അങ്ങനെയാണെങ്കിൽ ഈ ഉത്തരം വ്യത്യാസമായിരിക്കും. മനസ്സിലായല്ലോ? അപ്പോൾ നമ്മൾ വീണ്ടും ഇനി ക്രിയ ചെയ്യാൻ പോവുകയാണ്. അതായത് 4010 കൂടെ ശരിക്ക് കൂട്ടേണ്ട സംഖ്യയായ 4029 ആഡ് ചെയ്യാൻ പോവുകയാണ്. അപ്പോൾ നമുക്ക് ഉത്തരമായിട്ട് എത്ര കിട്ടും? 8039 എന്ന ഉത്തരം ലഭിക്കും. ഇവിടെ ചെയ്ത ക്രിയകൾ ഓരോന്നും നിങ്ങൾ മനസ്സിലാക്കിയിട്ടുണ്ടാകും എന്ന് വിചാരിക്കുന്നു. ഒരു സംഖ്യ, ഏതോ ഒരു സംഖ്യ കണ്ടെത്താൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്തു? കിട്ടിയ ഉത്തരത്തിൽ നിന്ന് ആ കൂട്ടിയ നമ്പർ കുറച്ചപ്പോൾ ഈ ഏതോ ഒരു സംഖ്യ എന്ന് പറയുന്ന ആ സംഖ്യ കിട്ടി. ആ സംഖ്യയോട് കൂടെ ശരിക്കും കൂട്ടേണ്ട സംഖ്യ വീണ്ടും നമ്മൾ കൂട്ടി നോക്കി. അങ്ങനെ കൂട്ടിയപ്പോൾ യഥാർത്ഥ ഉത്തരം നമ്മൾക്ക് ലഭിച്ചു. ഇതിൽ ഓപ്ഷനിൽ ഈ ആൻസർ ഉണ്ട്. ഓപ്ഷൻ ഡി ആണ് ഇതിൻ്റെ ആൻസറായിട്ട് വരിക. ഓക്കെ, നിങ്ങൾക്ക് മനസ്സിലായിട്ടില്ലെങ്കിൽ നിങ്ങൾ ഒന്നും കൂടെ അത് ആവർത്തിച്ച് കണ്ട് കൃത്യമായിട്ട് മനസ്സിലാക്കുക. ചോദ്യം നമ്പർ 6. മേരി 2450 രൂപയ്ക്ക് ഒരു മേശയും 1660 രൂപയ്ക്ക് ഒരു കസേരയും വാങ്ങി. കയ്യിലുണ്ടായിരുന്ന 2500 രൂപ കടക്കാരന് കൊടുത്തു. ബാക്കി സംഖ്യ ഗൂഗിൾ പേ ചെയ്തു എങ്കിൽ എത്ര രൂപയായിരിക്കും ഗൂഗിൾ പേ ചെയ്തു കൊടുത്തത്? വെരി ഈസി ക്വസ്റ്റ്യൻ ആണ്. അതായത് മേരി എന്ന് പറയുന്ന ആള് 2450 രൂപയ്ക്ക് ഒരു മേശ വാങ്ങി. അതുപോലെ തന്നെ 1660 രൂപയ്ക്ക് ഒരു കസേരയും വാങ്ങി.
രണ്ടും കൂടെ എത്ര ആയിട്ടുണ്ടാവും എന്ന് ആദ്യം കണ്ടെത്തണം അല്ലേ. അപ്പോഴാണ് എത്രയാണ് കടക്കാരന് കൊടുക്കേണ്ടതെന്ന് കിട്ടുള്ളൂ. കടക്കാരന് കയ്യിലുണ്ടായിരുന്ന 2500 രൂപയാണ് കൊടുത്തത്. ഇത് ക്യാഷായിട്ട് കൊടുത്തതാണ് 2500 രൂപ. ബാക്കി ഗൂഗിൾ പേ ചെയ്തു എന്നാണ് പറയുന്നത്. ഇവിടെ നമുക്ക് ഗൂഗിൾ പേ ചെയ്ത എമൗണ്ട് എത്രയാണ് എന്നാണ് കിട്ടേണ്ടത്. മനസ്സിലായല്ലോ. അപ്പോൾ നമ്മൾ ആദ്യം ചെയ്യേണ്ടത് മേരി വാങ്ങിയ 2 സാധനങ്ങളുടെയും വില കണ്ടെത്തണം. അപ്പോൾ 2450 കൂട്ടണം 1660 അല്ലേ. ഇത് രണ്ടും കൂടെ ആഡ് ചെയ്താൽ ഇതിൻ്റെ ഉത്തരം എത്രയാണ് വരിക? 4110 രൂപയാണ് ആകെ ചിലവായത്. 2 സാധനങ്ങൾക്ക് വേണ്ടി മേരിക്ക് ചിലവായത് 4110 രൂപയാണ്. അപ്പോൾ കയ്യിൽ അത്രയും ക്യാഷായിട്ട് കൊടുക്കാനില്ല. മീൻസ് കയ്യിലുണ്ടായിരുന്ന ക്യാഷ് 2500 രൂപ മാത്രമാണ്. ബാക്കി ഗൂഗിൾ പേ ആണ് ചെയ്ത് കൊടുത്തത്. അപ്പോൾ 2500 രൂപ ഇതിൽ നിന്ന് ആദ്യം കൊടുക്കുക. നമ്മൾ 4110ലേക്ക് 2500 രൂപ കൊടുക്കുക. മീൻസ് 2500 രൂപ മൈനസ് ചെയ്യാൻ പോവുകയാണ്. ബാക്കിയാണല്ലോ ഗൂഗിൾ പേ ചെയ്യേണ്ടത്. അപ്പം 4110 നിന്ന് 2500 മൈനസ് ചെയ്യാൻ പോവുകയാണ്. അപ്പോൾ ഉത്തരം എത്ര കിട്ടും? 1610 രൂപ. ഓക്കെ, 1610 രൂപയാണ് ഇനി ബാക്കി കടക്കാരന് കൊടുക്കാനുള്ളത്. ആ സംഖ്യയാണ് എന്ത് ചെയ്തത്? ഗൂഗിൾ പേ ആയിട്ട് അയച്ചു കൊടുത്തത്. അപ്പോൾ ഇതിൻ്റെ ഉത്തരം എന്ന് പറയുന്നത് 1610 ആണ്. അത് ഓപ്ഷനിലുണ്ട്. ഓപ്ഷൻ എ ആണ് 1610. ഓക്കെ, ഇനി അടുത്ത ക്വസ്റ്റ്യൻ, ചോദ്യം നമ്പർ 7. താരക്ക് 3 കാർഡുകൾ കിട്ടി. 3 കാർഡിലെയും സംഖ്യകൾ കൂട്ടിയാൽ 1200 കിട്ടും. 1-ാം കാർഡിലെ സംഖ്യ 245, 2-ാം കാർഡിലെ സംഖ്യ 477. എങ്കിൽ 3-ാം കാർഡിലെ സംഖ്യ എത്ര? സിമ്പിളായിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. ചോദ്യം എന്താണ്? താരക്ക് 3 കാർഡുകളാണ് കിട്ടിയത്. 3 കാർഡുകളുണ്ട്. 3 കാർഡുകളെയും സംഖ്യകൾ കൂട്ടിയപ്പോൾ ഉത്തരമായിട്ട് 1200 കിട്ടുകയും ചെയ്യും. ആദ്യത്തെ 2 കാർഡിലെ നമ്പർ അവിടെ തന്നിട്ടുണ്ട്. ആദ്യത്തെ കാർഡിലെ നമ്പർ ഇതാണ്, രണ്ടാമത്തെ കാർഡിലെ നമ്പർ ഇവിടെ തന്നിട്ടുണ്ട്. അപ്പോൾ 3-ാമത്തെ കാർഡിലെ നമ്പർ കിട്ടാൻ എന്താ ചെയ്യുക? നമുക്ക് ആദ്യത്തെ തന്ന 2 കാർഡും കൂട്ടി നോക്കണം. എന്നിട്ട് ആകെ കൂട്ടിയാൽ കിട്ടുന്ന ഉത്തരത്തിൽ നിന്ന് ആ 2 കാർഡിൻ്റെയും വാല്യൂ കുറയ്ക്കണം. അപ്പോൾ ബാക്കി നമുക്ക് 3-ാമത്തെ കാർഡിൻ്റെ നമ്പർ കിട്ടും. അപ്പോൾ നമുക്കതൊന്ന് ചെയ്ത് നോക്കാം. അപ്പോൾ 1-ാമത്തെ കാർഡിലെ നമ്പർ 245 ആണ്. അതിനോടുകൂടെ 2-ാമത്തെ കാർഡിലെ നമ്പർ 477 ആഡ് ചെയ്തു. അപ്പോൾ ഉത്തരമായിട്ട് എത്ര കിട്ടും? 722 ആണ് ഇതിൻ്റെ ഉത്തരമായി ലഭിക്കുക. അപ്പോൾ 2 കാർഡിലെയും വാല്യൂ എന്ന് പറയുന്നത് 722 ആണ്. എങ്കിൽ 3-ാമത്തെ കാർഡ് കിട്ടാൻ എന്താ ചെയ്യേണ്ടത്? 3 കാർഡും കൂടെ കൂട്ടിയാൽ 1200 കിട്ടുമെന്ന് പറഞ്ഞിട്ട് ഉണ്ട്. അതുകൊണ്ട് 1200-ൽ നിന്ന് 722 മൈനസ് ചെയ്യാൻ പോവാണ്. ഓക്കെ, 2 കാർഡിൻ്റെയും വാല്യൂ ആയ 722 മൈനസ് ചെയ്യാൻ പോവാണ്. അപ്പോൾ ഇതിൻ്റെ ഉത്തരമായിട്ട് എത്ര കിട്ടും? 478 ആണ് ഇതിൻ്റെ ഉത്തരമായിട്ട് മൈനസ് ചെയ്താൽ കിട്ടുക. ഓക്കെ, ചോദ്യം നമ്പർ 8. 12 ആയിരങ്ങളും 12 നൂറുകളും 12 പത്തുകളും 12 ഒന്നുകളും ചേർന്നാൽ സംഖ്യ ഏതാണ്? എളുപ്പമാണല്ലോ അല്ലേ. 12 ആയിരങ്ങളുണ്ട്. 12,000 എന്ന് പറയുന്നത് എത്രയാണ്? 12,000 തന്നെയാണ്. 12,000, 12,000-വും 12 നൂറുകളും. 12 നൂറുകൾ എന്ന് പറയുമ്പോൾ 12-നോട് കൂടെ എന്ത് കൂട്ടണം? 100-ന് എത്ര 0 ഉണ്ട്? 100-ൽ അപ്പോൾ 2 0 ഉണ്ട്. അപ്പം 1200 വരിക. അപ്പം 1200. ഇനി 12 പത്തുകൾ എന്ന് പറയുമ്പോൾ 12-നോട് കൂടെ 12 ഗുണിക്കണം 10 അല്ലേ. അപ്പോൾ 12-നോട് കൂടെ ഒരു 0 ആഡ് ചെയ്താൽ മതി. അപ്പോൾ 120. ഇനി 12 ഒന്നുകൾ. 12 തന്നെയാണ്. മനസ്സിലായല്ലോ. 0 കൊണ്ട് ഗുണിക്കുമ്പോൾ അത്രയും 0കൾ ആഡ് ചെയ്ത് കൊടുക്കുകയാണ് വേണ്ടത്. 2 3 3 3 1. അപ്പം 13,332 ആണ് ഇതിൻ്റെ ആൻസർ ആയിട്ട് വരിക. ഓപ്ഷൻ സി ആണ് ഇതിൻ്റെ ആൻസർ. ഓക്കെ, ക്ലിയർ ആയല്ലോ. ഇനി അടുത്ത ചോദ്യം, ക്വസ്റ്റ്യൻ നമ്പർ 9. 3075 എന്നീ അക്കങ്ങൾ ഉപയോഗിച്ചുണ്ടാക്കാവുന്ന ഏറ്റവും വലിയ സംഖ്യയും ഏറ്റവും ചെറിയ സംഖ്യയും കൂട്ടിയാൽ എത്ര കിട്ടും? ചോദ്യം എന്താണ്? 4 ഡിജിറ്റ്സ് ഇവിടെ തന്നിട്ടുണ്ട്. ആ 4 അക്കങ്ങൾ ഉപയോഗിച്ച് ഉണ്ടാക്കാവുന്ന ഏറ്റവും വലിയ സംഖ്യ വേണം, ഏറ്റവും ചെറിയ സംഖ്യയും വേണം. അത് ആഡ് ചെയ്താൽ, കൂട്ടിയാൽ അതിൻ്റെ ഉത്തരം എത്രയാണ്? അപ്പോൾ നമ്മൾ ഇതിലെന്ത് ചെയ്യുക? 4 അക്ക സംഖ്യയാണ് വേണ്ടത്. കാരണം 4 ഡിജിറ്റ്സ് ആണ് ഇവിടെ തന്നത്. അപ്പോൾ നമ്മൾ ഏറ്റവും ഹയസ്റ്റ് വാല്യൂ, അതായത് ഏറ്റവും ഉയർന്ന സ്ഥാനവില, അവിടെ നമ്മൾ ഏറ്റവും വലിയ സംഖ്യ വെക്കുക.
ഇതിൽ ഏറ്റവും വലിയ സംഖ്യ എന്ന് പറയുന്നത് 7 ആണ്. അപ്പോൾ 7 കൊണ്ട് തുടങ്ങാം. പിന്നെ തൊട്ടടുത്ത വലിയ സംഖ്യ വരുന്നത് എന്താണ്? 5 ആണ്. അപ്പോൾ 5 വെക്കുന്നു. പിന്നെ തൊട്ടടുത്ത് വരുന്ന വലിയ സംഖ്യ ഏതാണ്? 3 ആണ്. 3 വെക്കുന്നു. 0 വെക്കുന്നു. അപ്പോൾ ഏറ്റവും വലിയ സംഖ്യ നമുക്ക് കിട്ടി. 7530 ആണ് ഏറ്റവും വലിയ സംഖ്യ എന്ന് പറയുന്നത്. ഇനി ഏറ്റവും ചെറിയ സംഖ്യ കണ്ടെത്താൻ വേണ്ടി നമ്മൾ വീണ്ടും 4 ഡിജിറ്റ്സിൻ്റെ 4 സ്ഥാനങ്ങൾ എഴുതുന്നു. ഇവിടെ നമ്മൾ ഏറ്റവും ഹയസ്റ്റ് വാല്യൂ എന്ന് പറയുന്നത് ഈ 1000ൻ്റെ സ്ഥാനമാണ്. അപ്പോൾ ഇവിടെ നമ്മൾ ഏറ്റവും ചെറിയ സംഖ്യയാണ് പ്ലേസ് ചെയ്യേണ്ടത്. ഏറ്റവും ചെറിയ സംഖ്യ ഡിജിറ്റായിട്ട് ഇതിൽ വരുന്നത് 0 ആണ്. 0 കൊണ്ട് പക്ഷേ ഒരു നമ്പർ സ്റ്റാർട്ട് ചെയ്യാൻ പറ്റുമോ? പറ്റില്ല. അപ്പോൾ അതുകൊണ്ട് 0 ഇവിടെ എഴുതാൻ പറ്റില്ല. അപ്പോൾ അതുകൊണ്ട് തൊട്ടടുത്ത നമ്പർ ഏതാണ്? 3 ആണ് വരുന്നത്. ഓക്കെ, അപ്പോൾ 3 കൊണ്ടാണ് ഇവിടെ തുടങ്ങേണ്ടത്. പിന്നെ നമ്മൾ 0 രണ്ടാമത് ചേർത്ത് കൊടുക്കണം. അപ്പോഴാണ് 0ക്ക് വാല്യൂ വരുന്നത്. ഫസ്റ്റ് ചേർക്കാൻ പാടില്ല, തൊട്ടടുത്തായിട്ട് 0 ചേർക്കാം. പിന്നെ ഇതിൽ വരുന്ന തൊട്ടടുത്ത വലുതായി വരുന്ന സംഖ്യ ഏതാണ്? 5 ആണ്. ഓക്കെ, ഏറ്റവും വലുത് ഇപ്പോൾ എഴുതരുത്. ഏറ്റവും വലുത് വൺസിൻ്റെ സ്ഥാനത്തേക്ക് അങ്ങനെ മാറ്റിക്കൊണ്ട് പോവുകയാണ് വേണ്ടത്. പിന്നെ ഏറ്റവും വലുതായ 7 അതും എഴുതാം. അപ്പോൾ എത്ര കിട്ടി? 3057. 3057 ആണ് ഏറ്റവും ചെറിയ സംഖ്യ എന്ന് പറയുന്നത്. അപ്പോൾ ഇതിൻ്റെ ഉത്തരമായിട്ട് വരുന്നത് എന്തായിരിക്കും? 10587. ഇത് രണ്ടും കൂടെ ആഡ് ചെയ്യണം. ഇത് രണ്ടും കൂടെ കൂട്ടി നോക്കിയാൽ ഉത്തരം എത്ര എന്നാണ് ചോദിക്കുന്നത്. അപ്പോൾ 10587 ആണ് ഇതിൻ്റെ ഉത്തരമായി വരുന്നത്. ഓപ്ഷൻ ഡി ആണ് ഉത്തരം. ഇനി 10ാമത്തെ ചോദ്യം, ആരോഹണ ക്രമത്തിന് ഉദാഹരണം അഥവാ അസെൻഡിങ് ഓർഡർ. അസെൻഡിങ് ഓർഡർ എന്ന് പറയുമ്പോൾ സ്മോളസ്റ്റ് ടു ലാർജസ്റ്റ് ആണ്. ഓക്കെ, ചെറുതിൽ നിന്നും വലുതിലേക്ക് പോകുന്ന ഓർഡർ ഏതാണെന്നാണ് ചോദിക്കുന്നത്. അപ്പോൾ ഓരോന്നായിട്ട് നമുക്ക് പരിശോധിക്കാം. ഇവിടെ ഓപ്ഷൻ എ 300ലാണ് തുടങ്ങുന്നത്, പിന്നെ 400, അടുത്തതും 400. 2 400 വരുന്നതുകൊണ്ട് ഇത് രണ്ടും ഒന്ന് പരിശോധിക്കാം. അടുത്തത് 500. അപ്പോൾ ഇതൊരു സാധ്യതയുള്ള ഒരു ഓപ്ഷനാണ്. അപ്പോൾ ഇവിടെ രണ്ടും പരിശോധിക്കുമ്പോൾ 444 പിന്നെ 431 ചെറുതാവുകയാണ്. അപ്പോൾ ഇതല്ല ഓപ്ഷൻ എന്ന് പറയുന്നത്. അപ്പോൾ പരിശോധിക്കുമ്പോൾ പെട്ടെന്ന് പരിശോധിക്കാനുള്ളൊരു മാർഗമാണ് ഞാൻ പറയുന്നത്. സംഖ്യ ഓരോന്നും നോക്കാതെ ഏത് ഹൺഡ്രഡ്സിൻ്റെ വാല്യൂ നോക്കുക, 3 അക്കമായതുകൊണ്ട്. ഇവിടെ 400ൽ തുടങ്ങുന്നു ഓപ്ഷൻ ബി, പിന്നെ 300ലാണ് തുടങ്ങുന്നത്. അപ്പോൾ ചെറുതാവുകയാണെന്ന് മനസ്സിലായി. അപ്പോൾ അതും അല്ല ഓപ്ഷൻ, അപ്പോൾ അതും വേണ്ട. ഇനി മൂന്നാമത്തെ നോക്കൂ, 400ൽ തുടങ്ങുന്നു, എല്ലാം 400ലാണ്. അപ്പം നമുക്ക് ഇനി രണ്ടാമത്തെ വാല്യൂ ടെൻസിൻ്റെ വാല്യൂ നോക്കാം. 5 5 പിന്നെ 8 8. അപ്പം രണ്ടാമത്തെ വാല്യൂ എന്താണ്? ഒരു സാധ്യതയിലേക്ക് വരുന്നുണ്ട്. അപ്പോൾ ഇനി മൂന്നാമത്തെ വൺസിൻ്റെ നോക്കാം. 1 6 8. പിന്നെ അവസാനത്തെ നമ്പറാണ് നമുക്ക് എന്ത് ചെയ്തത്? ഇതിൽ പ്രശ്നം വന്നത്. അത് 6 ആയി, ചെറുതായി പോയി. അപ്പം മൂന്നാമത്തെ ഓപ്ഷനും വേണ്ട. നാലാമത്തെ ഓപ്ഷൻ ശരിയായിരിക്കും അല്ലേ? അതുകൊണ്ട് നാലാമത്തെ ഓപ്ഷനാണ് ഇതിലെ ശരിയായ ഉത്തരം. പരിശോധിച്ച് നോക്കാം. 2 കൊണ്ട് തുടങ്ങുന്നു, അതായത് 200 കൊണ്ട് തുടങ്ങുന്നു, 300 500 600. അങ്ങനെ കറക്റ്റായിട്ട് ചെറുതിൽ നിന്നും വലുതിലേക്ക് പോകുന്നുണ്ട്. ഞാൻ ഇത്ര വിശദീകരിച്ച് പറയാൻ കാരണം നിങ്ങൾക്കിത് നോക്കുന്നതിനൊരു മാർഗം കൂടി പറയാമെന്ന് വിചാരിച്ചിട്ടാണ്. അപ്പോൾ ഈ രീതിയിൽ ആരോഹണ ക്രമം നിങ്ങൾക്കുണ്ടാകും. ചിലപ്പോൾ അവരോഹണ ക്രമമായിരിക്കും, ഡിസെൻഡിങ് ഓർഡർ ആയിരിക്കും. തെറ്റാൻ സാധ്യത ഏറെയുള്ള ചോദ്യമാണ്. കാരണം നമ്പറുകൾ മൊത്തം പരന്ന് കിടക്കുമ്പോൾ സൂക്ഷ്മമായി നോക്കിയിട്ടില്ലെങ്കിൽ ഈ ചോദ്യങ്ങൾ തെറ്റും. ഇത് തന്നെ സ്റ്റേറ്റ്മെന്റ് വൈസ് വരികയാണെങ്കിൽ ചിലപ്പോൾ 2 ശരിയായ ഉത്തരം തന്നിട്ട് 1 2 ശരിയാണ്, അല്ലെങ്കിൽ 3 4 ശരിയാണ് എന്ന രീതിയിലും ചോദിക്കാൻ സാധ്യതയുണ്ട്. അപ്പോൾ അത് നന്നായിട്ട് മനസ്സിലാക്കി വെക്കാം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഇത് ഇവിടെ തന്നിരിക്കുന്നത് 3 നമ്പറുകൾ ആഡ് ചെയ്യാൻ വേണ്ടി തന്നിരിക്കുന്നത് അല്ലേ? 2999 പ്ലസ് 3999 പ്ലസ് 4999. ഇതിൻ്റെ ഉത്തരം എത്രയാണ് വരിക? ഇത് കണ്ടെത്താൻ ഒരു എളുപ്പമാർഗം കൂടെ ഉണ്ട്. വെറുതെ കൂട്ടാൻ വേണ്ടി തന്നതല്ല ഇത് ഒരു കൂട്ടുന്നതിൻ്റെ രീതി ഞാനൊന്ന് പറയാം. ഇതിനെല്ലാം നമ്മളൊരു തൊട്ടടുത്ത ഒരു പൂർണ്ണ സംഖ്യയിലേക്ക് മാറ്റാം. ഓക്കെ, അപ്പോൾ 2999നെ 1 ആഡ് ചെയ്താൽ 3000 ആയി മാറും. ഓക്കെ, ഇവിടെ ഇപ്പോൾ 1 നമ്മൾ ആഡ് ചെയ്തിട്ടുണ്ട്, പ്ലസ് 1. ഇവിടെയും നമ്മൾ പ്ലസ് 1 കൊടുക്കുക, ഇവിടെയും 1 ആഡ് ചെയ്യുക. അപ്പോൾ രണ്ടാമത്തെ നമ്പർ 4000 ആയി മാറും, മൂന്നാമത്തെ നമ്പർ 5000 ആയി മാറും. ഇത് മൂന്നും ആഡ് ചെയ്യാൻ വളരെ ഈസിയാണ് അല്ലേ? ഇത് മൂന്നും കൂടെ ആഡ് ചെയ്താൽ എത്രയാണ് ആൻസർ കിട്ടുക? 12000 എന്ന ആൻസർ കിട്ടും. 12000ൽ ഇപ്പോൾ എന്ത് സംഭവിച്ചിട്ടുണ്ട്? 1 2 3 3 ആഡ് ആയിട്ടുണ്ട് അല്ലേ? അപ്പോൾ ആ 3 ഇതിൽ നിന്ന് മൈനസ് ചെയ്താൽ മതി. അപ്പോൾ ഇതിൽ നിന്ന് 12000ൽ നിന്ന് 3 മൈനസ് ചെയ്താൽ എത്രയാണ് ആൻസർ വരിക? 11997 എന്നാണ് ആൻസർ കിട്ടുക. ഇനി അതിന് പകരം നിങ്ങൾ ഈ 3 നമ്പറുകൾ ആഡ് ചെയ്താലും ഇതിൻ്റെ ഉത്തരം നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ ഇത് ആഡ് ചെയ്യുമ്പോൾ നമുക്ക് ഒരുപാട്
കാൽക്കുലേഷനുകൾ നടത്തേണ്ടി വരും. ഒരുപാട് തെറ്റാനുള്ള സാധ്യതയുണ്ട്. നിങ്ങൾ തന്നെ ചെയ്തു നോക്കി അറിയാം. നേരെ മറിച്ച് നമ്മൾ ആദ്യം ചെയ്ത രീതി എന്ന് പറയുന്നത് തൊട്ടടുത്ത പൂർണ്ണസംഖ്യയിലേക്ക് 0 വരുന്നതായാലും എങ്ങനെയാണോ നിങ്ങൾക്ക് കാൽക്കുലേഷൻ എളുപ്പമുള്ള ഒരു പൂർണ്ണസംഖ്യയിലേക്ക് അതിനെ മാറ്റാം. ചിലപ്പോൾ പിന്നോട്ട് അഥവാ ഒന്ന് മൈനസ് ചെയ്തിട്ടായിരിക്കും പൂർണ്ണസംഖ്യയിൽ എത്തുന്നത്, ചിലപ്പോൾ ഒന്ന് ആഡ് ചെയ്തിട്ടായിരിക്കും. അപ്പം എങ്ങനെയാണോ നിങ്ങൾക്ക് അത് ചെയ്യാൻ പറ്റുന്നത് ആ രീതിയിൽ അത് ചെയ്യുക. ആഡ് ചെയ്തതായാലും അതല്ലെങ്കിൽ കുറച്ചതായാലും ആ നമ്പർ ഓർമ്മ വേണം. അവസാനം ഉത്തരത്തിൽ നിന്ന് ആ സംഖ്യയെ നമ്മൾ എന്തെങ്കിലും കുറയ്ക്കണം അല്ലെങ്കിൽ കൂട്ടേണ്ടി വരും. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ ഓപ്ഷൻ എന്ന് പറയുന്നത് ഓപ്ഷൻ ഡി ആണ്, 10997 ആണ്. ഓക്കെ, നിങ്ങൾക്ക് ഒരുപക്ഷെ ഇതിനേക്കാൾ കോംപ്ലിക്കേറ്റഡ് ആയ രീതിയിലായിരിക്കാം ചോദ്യങ്ങൾ വരാൻ സാധ്യത. നമ്മുടെ മോഡലിലൊക്കെ അങ്ങനെയാണ് കാണുന്നത്. അതായത് ഇപ്പോൾ ഡയറക്റ്റ് ആയിട്ട് നിങ്ങൾ ഓപ്ഷനുകൾ തന്നിട്ടുണ്ട്, ഇനി ഇതിനേക്കാൾ അപ്പുറം ചിലപ്പോൾ കുറച്ച് സ്റ്റേറ്റ്മെന്റുകളൂടെ തരാൻ സാധ്യതയുണ്ട്. അതായത് 1, 2, 3, 4 സ്റ്റേറ്റ്മെന്റ് തന്നിട്ട് ആ സ്റ്റേറ്റ്മെന്റുകളിൽ 1ഉം 2ഉം ശരിയാണ്, 3ഉം 4ഉം ശരിയാണ്, അല്ലെങ്കിൽ 1ഉം 4ഉം ശരിയാണ്. ആ സ്റ്റേറ്റ്മെന്റുകളിൽ നിന്ന് തെരഞ്ഞെടുത്ത് എഴുതേണ്ട രീതിയിലുള്ള ചോദ്യങ്ങളും വരാൻ സാധ്യതയുണ്ട്. അത്തരം ചോദ്യങ്ങളുമായിട്ട് നമുക്ക് അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം.